മാതൃഭൂമിക്ക് അഭിമാനിക്കാൻ മധുരം മലയാളം. മിന്നും പൊന്നിനെ വെല്ലാൻ മധുരം മലയാളം. മീനച്ചൂടിനു കുളിര് പകർന്ന് മധുരം മലയാളം. മുത്തശ്ശി കഥ കേട്ടു മയങ്ങൽ മധുരം മലയാളം. മൂവന്തിക്കൊരു നാമജപത്തിനു മധുരം മലയാളം. മൃഷ്ടാന്നത്തിനു പായസമാനി മധുരം മലയാളം. മെല്ലെ ചൊല്ലു തുടങ്ങും കുഞ്ഞിന് മധുരം മലയാളം. മേടപ്പത്തിനു കാവിൽ നീളം മധുരം മലയാളം. മൈക്കണ്ണിക്കൊരു മംഗല്യക്കുറി മധുരം മലയാളം. മട്ടിടുമോരോ പ്രണയത്തിനും മധുരം മലയാളം. മോഹന സുന്ദര സ്വപ്നം നെയ്യാൻ മധുരം മലയാളം. ആകാശവാണി തൃശൂർ. സ്ത്രീകൾക്ക് മാത്രം. കോഴിക്കോട് എരുമകളെ എങ്ങനെ വളർത്താമെന്നതിനെ കുറിച്ച് ഒരു ചർച്ച. സ്ത്രീകളിൽ സാധാരണയായി എരുമകളാണ്. ഒരു സ്ത്രീയിൽ നിന്നും ഉദ്ദേശം 5 ഇടങ്ങഴി പാലോളം കറന്നെടുക്കാം. നമ്മുടെ പെൺകുട്ടികൾ പ്രായമായി കഴിയുമ്പോൾ കപ്പലണ്ടി പിണ്ണാക്കും കൊപ്പര പിണ്ണാക്കും കൊടുക്കാവുന്നതാണ്. നാടൻ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ ഉടൻ തന്നെ തൊഴുത്തിൽ നിന്നും മാറ്റി കെട്ടുക. സാധാരണ കോളേജ് കുമാരികളായ സ്ത്രീകൾ ഈയിടെ കുളമ്പ് രോഗങ്ങൾ കണ്ടുവരാറുണ്ട്. ഉപരിപഠനത്തിന് പോകുന്ന സ്ത്രീകളിൽ പുഴുക്കടി ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ പേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ്. കോതമ്പക്കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറക്കുവാൻ കീറി തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ്. കോതമ്പു പാടത്ത് നിർപ്പെയ്തു പോകും മുകിലാണ്. പള്ളിക്കലപ്പന്റെ മോളെ ഒരു പച്ചരി കളിത നദിമിതാര. പള്ളിക്കലപ്പന്റെ മോളെ ഒരു പച്ചരി കളിത നദിമിതാര. ചില്ലറ മുടിവല്ല അവളെന്നെ മുടിച്ചത നദിമിതാര. ചില്ലറ മുടിവല്ല അവളെന്നെ മുടിച്ചത നദിമിതാര. തിത്തിന്തോ തിന്തിന്നതക തിന്താതിനുന്താതിനുന്തിനുന്താര. തകതേതോ തിന്തിന്നതക തിന്താതിനുന്താതിനുന്തിനുന്താര. തിത്തിന്തോ തിന്തിന്നതക തിന്താതിനുന്താതിനുന്തിനുന്താര. തകതേതോ തിന്തിന്നതക തിന്താതിനുന്താതിനുന്തിനുന്താര. തിത്തിന്തോ തിന്തിന്നതക തിന്താതിനുന്താതിനുന്തിനുന്താര. ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളി പൊഴിയാതെ നീ തന്നെ നിറയുന്ന പുഴ ഇങ്ങു വേറെ. കനവിന്റെ ഇതളായി നിന്നെ പടത്തി നീ വിരിച്ചൊരാകാശം ഇങ്ങു വേറെ. ഒരു കൊച്ചുരാ പാടിക്കരയും നേർത്തൊരവിവിധൻ താരാട്ടു തളരുമ്പോഴും. ഒരു കൊച്ചുരാ പാടിക്കരയുമ്പോഴും നേർത്തൊരവിവിധൻ താരാട്ടു തളരുമ്പോഴും. കനവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. ഉച്ചഭക്ഷണത്തിന്റെ സമയമായി. ഭക്ഷണം ഒരുക്കിയിരുന്ന റിസോർട്ടിന്റെ ഹാളിലേക്ക് കടന്നവർ
കരിമീനും കൊഞ്ചുവടയും ചിക്കനുമൊക്കെ അകത്താക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന പഴമക്കാരുടെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കുന്നുണ്ടായിരുന്നു. സജീവേട്ടന്റെ വര ഭക്ഷണത്തിന് ശേഷവും തുടർന്നുകൊണ്ടിരുന്നു. കലാപരിപാടികൾ പലതും പിന്നെയും അരങ്ങേറി. ഒരു പൊന്മടിയിൽ തൂങ്ങിനാൽ പോതുമതേകനം എൻ കണ്ണുറന്താൽ ഉൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ കീറും ഞാൻ നേസിപ്പതും சுவாசிப்பதும் இந்தயவால் நானே நீங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ പുലയനാർ മണിയമ്മ തിത്തൈതോ പൂമുല്ല കാവിലമ്മ തിത്തിത്താരാതൈതൈ പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കൽമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ നീരാട്ടിൽ കുളിക്കാൻ പോയി കാലത്തിൻ പാട്ടുപാടി കുളിക്കാൻ പോയി പുലയനാർ മണിയമ്മ ഒരു കുഞ്ഞു പശുവിന്റെ പാല വെള്ളപ്പിണ്ണ കൊക്കാമന്തി കോനാനിറച്ചി ആരിക്ക് വേണം ആരിക്ക് വേണം കൊക്കാമന്തി കോനാനിറച്ചി ആരിക്ക് വേണം ആരിക്ക് വേണം കോതയെ ചാടി പിടിച്ചിട്ട് കോനാനെ തോളത്തെടുക്കുവാൻ ആരോ ഉണ്ടെങ്കിൽ വീരാ പേരു പറയാമോ അമ്മന്റെ പാപ്പ പിള്ളക്ക് ഈ ഞമ്മന്റെ പാപ്പ പിള്ളക്ക് പാപ്പ മനത്തിൽ മുത്തന്നെ ചെല്ല ഞമ്മന്റെ പാപ്പ മനത്തിലുടരി മനത്തിലേക്കുന്ന നേരം ഇതിനും കൈ തട്ടം കാണും കുപ്പായം കാണും തട്ടം കാണും ഈ പൊന്നു നോക്ക് കക്കാമന്തി കൊനനിറച്ചി ആരിക്ക് വേണം ആരിക്ക് വേണം കടക്കണ്ണിൽ മുന കൊണ്ടന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ കടക്കണ്ണിൽ മുന കൊണ്ടന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ കുറിമാനം പലതരം അയച്ചെന്നെ കുടുക്കി കുളിരൂറും കഥയോരം ദൂരത്തിട്ട് മയക്കി കുരുത്തങ്ങട്ടിവളെന്റെ ഉറക്കവും മുടക്കി കുറിമാനം പലതരം അയച്ചെന്നെ കുടുക്കി കുളിരൂറും കഥയോരം ദൂരത്തിട്ട് മയക്കി കുരുത്തങ്ങട്ടിവളെന്റെ ഉറക്കവും മുടക്കി മനസ്സുള്ളിൽ കുടിയേറി ഓരോ മധുരിത മൊഴി പാടി എന്നെ മലർമഞ്ച് തികഞ്ഞുള്ള തളിർമേനി കിണങ്ങുവാൻ അടങ്ങാത്ത കൊതി കൂടി അതിരും കാത്തിരിപ്പൊരു വഴി തേടി കടക്കണ്ണിൽ മുന കൊണ്ടന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ പിന്നീട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ശ്രമമായിരുന്നു. 72 ബ്ലോഗർമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഫ്രെയിമിൽ നിരത്താൻ ക്യാമറയുമായി നിൽക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു.
ചെറായിയിൽ അന്ന് സന്ധ്യ വന്നണഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. വിട പറയാൻ നേരമാകുകയാണ്. ഈ ബ്ലോഗ് സുഹൃത്ത് സംഗമത്തിന്റെ ഇത്രയും സുഗമമായ നടത്തിപ്പിന് എല്ലാ സഹായങ്ങളും നൽകി ഈ മീറ്റിന്റെ രക്ഷാധികാരിയായി നിലനിന്ന ശ്രീ KR സുഭാഷിനോടും നിന്ന നിൽപ്പിൽ 100-ൽ പരം ആളുകളുടെ കാരിക്കേച്ചറുകൾ വരച്ച് എല്ലാവർക്കും ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് ഒരു സോവനീർ സമ്മാനിച്ച സജീവേട്ടനോടും നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ബ്ലോഗുകളിലൂടെ ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും ആശീർവാദങ്ങളും ഒക്കെ നേർന്ന് എല്ലാ ബ്ലോഗ് സുഹൃത്തുക്കൾക്കും ഈ മീറ്റിൽ പങ്കെടുത്ത് ബ്ലോഗ് എഴുത്തിന്റെ ഇടയിൽ കടന്നുവരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകൾക്കുമൊക്കെ അപ്പുറം മനസ്സുകൊണ്ട് സ്നേഹം മാത്രമേ തങ്ങൾക്കിടയിലുള്ളൂ എന്ന് അടിവരയിട്ട് കാണിച്ച എല്ലാ ബ്ലോഗ് സുഹൃത്തുക്കൾക്കും നന്ദി പറയാൻ വാക്കുകളുടെ ഔപചാരികത ആവശ്യമില്ലായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ഇതിനൊക്കെ ഒത്തിരി മൗനം വാചാലമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരി ആളുകൾ ഇതിനിടയിലുണ്ട്. ഞാനവരെ കാണുന്നു, അവരുടെ മനസ്സ് വായിക്കുന്നു. അടുത്ത മീറ്റിന് അവരും കൂടുതൽ വാചാലരാകട്ടെ. ഭാഷയിൽ വളരെ സന്തോഷം ഉണ്ട് ഇവിടെ വന്നതിൽ, നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ. നിങ്ങൾ ഓരോരുത്തരെയും ചിലരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, പലരെയും പേര് കൊണ്ടേ അറിയുള്ളൂ. എന്നാൽ നിങ്ങൾ എല്ലാവരെയും ഒന്ന് കാണാൻ പരിചയപ്പെടാനൊക്കെ അവസരം ഉണ്ടാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ വലിയ ആളുകൾ, എന്തുകൊണ്ടും എല്ലാ തരത്തിലും എന്നെക്കാളും വലിയ ആളുകളാണ് ഞാൻ കണ്ടവരെ പരിചയപ്പെട്ടവരെല്ലാവരും. നിങ്ങളിങ്ങനെ കാണാൻ പറ്റിയ നല്ലൊരു അവസരം. ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകമായി നന്ദി. നിങ്ങളെ വീണ്ടും നമുക്ക് പഴയതുപോലെ തന്നെ പഴയതിനേക്കാൾ നന്നായി മെയിലുകളിലൂടെ ബന്ധപ്പെടുവാൻ, പോസ്റ്റുകളിലൂടെ കാണുവാൻ, കമന്റുകളിലൂടെ പരസ്പര അഭിപ്രായം അറിയിക്കാൻ ഒക്കെ നമുക്ക് അതിന് ഇടവരട്ടെ. ഈ സൗഹൃദം എന്നും എന്നാളും നിലനിൽക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും കൂടി കാണുവാൻ ഇടവരട്ടെ. ഞങ്ങൾ അവധിക്കാലം കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള മീറ്റുകളിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാനൊക്കെ അവസരം കിട്ടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളാണ്. ബഹ്റൈൻ ഭൂലോകത്തിന്റെ പ്രത്യേകമായി നന്ദി. വ്യക്തിപരമായ പേരിലും ഭൂലോകത്തിന്റെ പേരിൽ നിങ്ങൾ അറിയിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി വേദനിക്കുന്ന സഹജീവികളോട് ഉപരിപ്ലവമായ സഹതാപം കാണിക്കുക മാത്രമല്ല, തങ്ങളാലാവുന്ന സഹായം ചെയ്യാനും തയ്യാറാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ബ്ലോഗർ ഹൻലലത്തിന്റെയും ഭൂലോകകാരുണ്യത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുള്ള സഹകരണത്തിലൂടെ ഈ കൂട്ടായ്മ വ്യക്തമാക്കിയത്. 125ഓളം പേര് മൊത്തത്തിൽ ബ്ലോഗേഴ്സും ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നത്. പക്ഷേ 2 പേര് മാത്രമാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അത് കുട്ടികളെ നമ്മൾ രജിസ്ട്രേഷനിൽ പെടുത്തുന്നില്ല. എങ്ങനെ വന്നാലും ഇതിന് കുറേ പൈസ മിച്ചം വരുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങൾ പോയി കഴിക്കും. അപ്പോൾ ഈ ബാക്കി വരുന്ന തുക എത്രയായാലും ശരി അത് ഭൂലോകകാരുണ്യത്തിന് ഏൽപ്പിക്കാനാണ് ഒരു താല്പര്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ നമുക്ക് അതുപോലെ ഇങ്ങനെ ഒരു വീടിനെ പറ്റി ആദ്യമായി ആഗ്രഹം സൂചിപ്പിച്ചത് മുതൽ ഇത്രത്തോളം നല്ലൊരു വിജയമാക്കി തീർത്ത എല്ലാവർക്കും പ്രത്യേകമായി ചേച്ചി ജോഹാനിലെ മാഷ് ഹരീഷ് എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം UAE-യിലുള്ള ഇതിൽ സംബന്ധിച്ചവർ അല്ലാത്തവരുമായ എല്ലാ സഹബ്ലോഗേഴ്സിന് വേണ്ടിയിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം ഈണം CD-യുടെ പ്രവർത്തകർക്കും പിന്നെ ബുക്ക് റിപ്പബ്ലിക്കിൻ്റെ പ്രവർത്തകർക്കും വേണ്ടി നിങ്ങൾ ചെയ്ത ആ ഒരു അവസരത്തിന് വേണ്ടി അവരുടെ പേരിലുള്ള നന്ദിയും ഇതോടൊപ്പം അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ചെറായി ബ്ലോഗ് സുഹൃത്ത് സംഗമത്തിന് തിരശ്ശീല വീഴുമ്പോൾ മലയാളം ബ്ലോഗിങ്ങിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും ജനശ്രദ്ധ പിടിച്ചുപറ്റിയതുമായ കൂട്ടായ്മ നൽകിയ അനുഭവത്തിന്റെ മാധുര്യം എന്നെന്നും ഓരോ മനസ്സുകളിലും പച്ചപിടിച്ചു നിൽക്കുമെന്ന് ഭൂലോകർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ സുഹൃത്ത് സംഗമത്തിന്റെ വിജയത്തിനായി അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി.